പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. ഇത്തരം വിശാലമായ ഒരു സംവിധാനത്തിൽ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ചിലപ്പോൾ മുഴക്കം കൂടുതൽ വരികയും നിങ്ങൾക്കൊന്നും വ്യക്തമാകാതെ വരികയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. കാരണം ആളുകളില്ല, എന്നാലേ തട്ടി ഇങ്ങനെ നിൽക്കുള്ളൂ സൗണ്ട്. ഇതിപ്പോൾ സൗണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവും. അപ്പോൾ എല്ലാം വ്യക്തമാകണമെന്നില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഭക്തിപൂർവ്വം ബലിയിൽ പങ്കെടുക്കുവാനായി. നമ്മൾ ഈസ്റ്ററിന് ഒരുങ്ങുന്ന സമയമാണ്. ഇന്ന് 20-ാം തീയതിയാണ്. അടുത്ത മാസം 20-ാം തീയതിയാണ് ഈസ്റ്റർ. മകന് വേണ്ടി ഒരു PR കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു മാസം മുമ്പ് മറ്റോ, ഇവിടെ വന്ന ഒരു കുടുംബം മകന് PR കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് ഈ ഒരു മാസം കൂടിയേ ഇനി ഉള്ളൂ. 2026 ഈസ്റ്റർ നമ്മളുണ്ടാകുമോ ഇല്ലയോ നമുക്കറിഞ്ഞുകൂടാ. ഇന്ന് ധനവാനും ലാസറും ആ സുവിശേഷം നമ്മൾ കേൾക്കുമ്പോഴും ഇപ്പം ചോദിച്ചോളണം. മരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും ചോദിക്കാൻ പറ്റുകയില്ല. ധനവാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പ്രാർത്ഥനകളാണ് മരിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. അതിലൊരംശം ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എപ്പോഴേ രക്ഷപ്പെട്ടേന്. അതുകൊണ്ട് നമുക്ക് ഈ തീർത്ഥാടനവും ഈ പരിശുദ്ധ ബലിയർപ്പണവും ഈസ്റ്ററിന് മുന്നൊരുക്കമായിട്ടുള്ള ഈ ഒരു മാസ കാലയളവും നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. ഞാനത് ചെയ്തില്ലല്ലോ എന്നൊരു തോന്നൽ, ഒരു കുറ്റബോധം നമുക്കുണ്ടാകാതിരിക്കട്ടെ. നമുക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണ സമയത്തും നമുക്ക് അങ്ങനൊരു ഞാനിത് പ്രയോജനപ്പെടുത്തിയില്ലല്ലോ എന്ന് തോന്നാതിരിക്കത്തക്ക വിധം ദൈവാനുഗ്രഹം വന്നു ചേരുന്നതിനും അത് ശ്രദ്ധയോടെ സ്വീകരിക്കുന്നതിനും വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ മറിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ
ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിഷ്കളങ്കതയുടെ പുനഃസ്ഥാപകനും സ്നേഹിതനുമായ ദൈവമേ, അങ്ങേ ദാസരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിക്കണമേ. അങ്ങനെ അങ്ങേ ആത്മാവിൻ്റെ ശക്തി ഉൾക്കൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരും പ്രവൃത്തിയിൽ ഫലസിദ്ധിയുമുള്ളവരുമാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദമുണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്. ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിര് പോലെയാണ്. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഫരിസയരോട് അരുളി ചെയ്തു, ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്ന ഒരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദേവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹാം പറഞ്ഞു, മകനെ, നീ ഓർക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്തെഴുന്നേറ്റാലും അവർക്ക് ബോധ്യം ആവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു കഥയാണിത്. ധനവാനും ലാസറും. ലാസറിൻ്റെ പേര് പറയുന്നുണ്ട്, ധനവാന്റെ പേര് പറയുന്നില്ല. അതിനൊരു ദൈവശാസ്ത്രമുണ്ട്. ലാസറിൻ്റെ പേരിൻ്റെ അർത്ഥം ദൈവം മാത്രം സഹായിയായിട്ടുള്ളവൻ എന്നാണ്. അപ്പോൾ കഷ്ടതയിൽ അകപ്പെട്ടത് അത് ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. കഷ്ടതയിൽ അകപ്പെട്ടവൻ്റെ കൂടെ ദൈവമുണ്ടാകും എന്ന ഒരു ധ്വനി ഇവിടെ ഉണ്ട്. നമുക്കിത് ഈ തപസ്സുകാലത്ത് വളരെയധികം ധ്യാനിക്കാൻ പറ്റുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. എന്താണ് ഇയാൾ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാളുടെ വീടിൻ്റെ പടിവാതിൽക്കൽ ആണ് ഈ ദരിദ്രൻ കിടന്നിരുന്നത്. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. അപ്പോൾ അയാൾ കൊടുക്കാതിരുന്നത് കൊണ്ടാകാം. ഇനിയും നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. അപ്പോൾ ഒരു സഹായം എവിടെയെങ്കിലും കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. ആ നല്ല സമരിയക്കാരൻ
ചെയ്തതുപോലെ അർദ്ധപ്രാണനാക്കപ്പെട്ടയാളെ സത്രത്തിൽ കൊണ്ടുപോയി എത്തിച്ചതുപോലെ അങ്ങനെയെങ്കിലും എത്തിക്കാമായിരുന്നു. ചിലപ്പോൾ ഉപേക്ഷയാൽ ഉള്ള പാപം. ലാറ്റിൻ ആരാധനക്രമത്തിൽ കുർബാനയുടെ പ്രാരംഭത്തിൽ തന്നെ അനുതാപ കർമ്മം, അതിൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയധികം പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഉപേക്ഷയാലുള്ള പാപം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം. ഉപേക്ഷിച്ച് കളഞ്ഞു ഒരു ചെയ്യേണ്ടിയിരുന്ന ഒരു നന്മ, അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, ഭൗതികമായ നന്മ. ഇപ്പോൾ കബളിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ കണ്ണും പൂട്ടി അങ്ങനെ സഹായിക്കാനും ചിലപ്പോൾ പറ്റണമെന്നില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ തന്നെ ചിലപ്പോൾ കെണിയിലും പെടാം. അപ്പോൾ പക്ഷേ ആത്മീയമായ നന്മ അതുകൂടി നമ്മൾ ഈ കൂട്ടത്തിൽ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത രീതിയിലാണ് ഇദ്ദേഹം പ്രാർത്ഥിക്കുക. പിതാവായ അബ്രഹാമേ എന്നിൽ കനിയണമേ. ഇതാണ് ഇയാളുടെ പ്രാർത്ഥനയുടെ തുടക്കം. അതാണ്. അപ്പോൾ തൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണമേ. എന്തൊരു ഐഡിയ ആണല്ലേ ഈ ഐഡിയ! പ്രാർത്ഥനയിലുള്ളൊരു ടെക്നിക്ക്. ഇനി ഇങ്ങനെയൊക്കെ നാവ് തണുപ്പിക്കാൻ പറ്റിയ ഒരു ടെക്നിക്ക്, അങ്ങനെ ഒരു ഐഡിയ, ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്തു? അത്ര വിധത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു നടപടിയാകും എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ എരിയുന്ന തീയിൽ കിടന്ന് പുകയാണ്, എന്നൊന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും വാക്കുകൾ, ഈ രീതിയിലുള്ള വാക്കുകൾ പോലും അയാളുടെ പ്രാർത്ഥനയിൽ വരികയാണ്. അപ്പം ജീവിതത്തിൽ ഇങ്ങനൊരു പ്രാർത്ഥന നടത്തിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. ജീവിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ല, നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇനി പ്രാർത്ഥിക്കാൻ പറ്റില്ല. മരിച്ചവർക്ക് ഇനി പ്രാർത്ഥിക്കാൻ പറ്റില്ല. ശുദ്ധീകരണ സ്ഥലത്ത് പെടുന്നവർക്ക് അവർക്ക് വേണ്ടി അവർക്ക് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരുണ്യ പ്രവൃത്തികൾ 14 എണ്ണമുണ്ട്. അത് 7 എണ്ണം ശാരീരികമായ കാരുണ്യ പ്രവൃത്തികളാണ്. ഇവിടെയും നമ്മൾ അങ്ങനെയാണ്. കാരുണ്യ പ്രവൃത്തികൾ ശാരീരികം, കാരുണ്യ പ്രവൃത്തികൾ ആധ്യാത്മികം. കാരുണ്യ പ്രവൃത്തികൾ ആധ്യാത്മികം, അതും 7 എണ്ണമുണ്ട്. അതിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാരുണ്യ പ്രവൃത്തികളിൽ ഒന്നാണ്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒന്നും അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മളിത് ധ്യാനിക്കുമ്പോൾ മരണം വരെ പ്രാർത്ഥിക്കാം, മരണം വരെ കുമ്പസാരിക്കാം, മരിച്ചു കഴിഞ്ഞാൽ കുമ്പസാരിക്കാൻ പറ്റില്ല. അപ്പോൾ മിണ്ടാൻ പറ്റാത്ത ഒരാൾ, മരണശയ്യയിലായിരിക്കുന്ന ഒരാൾ എങ്ങനെ, അതിനു വേണ്ടിയിട്ടാണല്ലോ അന്ത്യകൂദാശയിലൂടെ അതുവരെയുള്ള പാപങ്ങളെല്ലാം ഡിലീറ്റായി പോവും. അങ്ങനെയാണ്. ഒന്നും മിണ്ടാൻ പറ്റാത്ത, ഉള്ളിൽ അനുതാപമുണ്ട്, പക്ഷേ വാ തുറന്ന് പറയാൻ പറ്റുന്നില്ല. ചിലർ, ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, വീട്ടിൽ ആരെങ്കിലും കുമ്പസാരിക്കാതെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വന്ന് വീട്ടിലുള്ള മറ്റൊരാൾ വന്ന് കുമ്പസാരിക്കുന്നു. അങ്ങനൊരു രീതി സഭയിലുണ്ടോ? ഇപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ലാസറിനെ അയക്കണം, എൻ്റെ വീട്ടുകാരെങ്കിലും രക്ഷപ്പെട്ട് വരാൻ വേണ്ടി, അവരും അല്ലെങ്കിൽ ഈ വിധത്തിൽ പോയാൽ അവരും പെട്ടുപോകും എന്ന് പറഞ്ഞ് ഇയാൾ വാദിക്കുന്നുണ്ട്. അവനവൻ കുമ്പസാരിക്കണം. വീട്ടിലുള്ള കുമ്പസാരിക്കാത്ത ഒരാൾക്ക് വേണ്ടി നമുക്ക് പകരം കുമ്പസാരിക്കുന്നൊരു രീതി സഭയിലില്ല. നമ്മുടെ പാപങ്ങൾ അതാണ്, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് വിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ഇനി അവിടെ ഒരു ന്യായമില്ല. നമുക്ക് ഇത് സാധിക്കില്ല എന്ന് തന്നെ പറയുക. നമ്മുടെ രക്ഷ നമ്മൾ തന്നെ നോക്കണം. ഒരാളെ അയച്ചാൽ അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ജീവിതത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രയോജനപ്പെടുത്താത്ത ഒരാൾ അത് മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതാണ് ഇനി മോശയും നിയമവും ഉണ്ടല്ലോ, ബൈബിളുണ്ടല്ലോ, പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി ഇവിടെ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞിട്ട് എങ്ങനെ രക്ഷപ്പെടാനാണ്? അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എവിടെയാണ് ശരിക്കും ഒന്നാം വായനയും പ്രതിവചന സങ്കീർത്തനവും നമ്മൾ ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് കർത്താവിനെ ആശ്രയിക്കാത്തവൻ. അവനെക്കുറിച്ച് ബൈബിൾ പറയാം ശബ്ദൻ എന്നാണ് പറയുക. ഒരു വരൾച്ച, ആത്മീയ വരൾച്ച.
ആത്മീയ വരൾച്ച ബാധിക്കരുത്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കണം. അതാണ് ആത്മീയമായ വരൾച്ച ഉണ്ടാകരുത്. മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് കർത്താവിനെ ആശ്രയിക്കാത്തവൻ. എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അത് എന്നും അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് അതെന്നും തളർത്തുകൊണ്ട് നിൽക്കും. ദുഃഖങ്ങളുണ്ടായാലും സങ്കടങ്ങളുണ്ടായാലും കർത്താവിൽ ആശ്രയിക്കുന്നവൻ, ദൈവം മാത്രം സഹായിയായിട്ടുള്ളവൻ, അതാണ് ലാസർ. ദൈവം മാത്രം സഹായിയായിട്ടുള്ളവൻ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലവർ വിചാരിക്കും പിതാവായ ദൈവത്തിൻ്റെ കാൽക്കൽ ചെന്ന് പിതാവേ, സോറി പിതാവേ, എനിക്ക് പറ്റിപ്പോയി പിതാവേ എന്ന് പറയാമെന്നൊരു ടെക്നിക്കുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അങ്ങനൊരു ടെക്നിക്ക് വഴി പോകില്ല. അത് നടക്കില്ല. അങ്ങനൊരു സാധ്യത ഇല്ല. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കുമ്പസാരിക്കാനും അനുതപിക്കാനും നല്ല കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനും ഉള്ള അവസരം നമുക്ക് ഉണ്ട്. പ്രതിവചന സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ആരാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ എന്നും. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാത്തവൻ, പള്ളി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഉപദേശം സ്വീകരിക്കാത്തവൻ ഇല്ല. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും. പാപികളുടെ വഴിയിൽ വ്യാപരിക്കാത്തവൻ, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാത്തവൻ, കർത്താവിൻ്റെ നിയമങ്ങളിൽ ആനന്ദിക്കുന്നവൻ. അപ്പം അവരാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ. നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു ധനവാൻ ഇങ്ങനെ ചോദിച്ചു വരുമല്ലോ, കർത്താവെ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ അയാൾ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ നീ നന്നായിട്ട് പറഞ്ഞു, പക്ഷെ നിനക്കൊരു കുറവുണ്ട് എന്ന് പറയും. നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നീ റാഡിക്കലായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക. നാളെ കുമ്പസാരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കുറച്ചുകൂടി കഴിയട്ടെ എന്നിട്ട് മാറ്റം വരുത്താം. നീ ഇന്ന് തീരുമാനിക്കുക. റാഡിക്കലായിട്ടുള്ളൊരു തീരുമാനം നീ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്, ശിഷ്യന്മാർ ചോദിക്കും അങ്ങനെയെങ്കിൽ ആർക്കാണ് രക്ഷപ്പെടാൻ സാധിക്കുക? അപ്പോൾ ഈശോ പറയും മനുഷ്യർക്ക് ഇത് അസാധ്യമാണെന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല, ദൈവത്തിനിത് സാധ്യമാണ്. പ്രിയ ദൈവ പൈതലെ, നമ്മളും വിചാരിക്കും ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണ്? എനിക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, എനിക്ക് ദുർഗ്രഹമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, ഞാനിത് എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നവൻ്റെ സഹായമാണ് ദൈവം. ദൈവം നിന്നെ സഹായിക്കും. മർക്കോസ് 10:27 മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, ദൈവത്തിനെല്ലാം സാധിക്കും. അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ, പ്രത്യേകിച്ച് ഈ തപസ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. കർത്താവാണ് നമ്മുടെ സഹായം. ദുരിതമനുഭവിക്കുന്നതിൻ്റെ കൂടെ നിൽക്കുന്നവൻ കർത്താവാണ്. പാപത്തിൽ പെട്ടുഴലുന്നവൻ്റെ കൂടെ നിൽക്കുന്നവനാണ് കർത്താവ്. വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവൻ്റെ കൂടെ നിൽക്കുന്നവനാണ് കർത്താവ്. അത് നമുക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കട്ടെ. നമുക്ക് നമ്മുടെ ആത്മരക്ഷ, അവനവൻ തന്നെ ഉറപ്പിക്കേണ്ട ആത്മരക്ഷ നമുക്ക് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരൊറ്റ കുഞ്ഞിന് നമ്മളെ സഹായിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ട് വരുന്നുണ്ടെങ്കിലും പക്ഷെ സ്വർഗപ്രവേശനത്തിൻ്റെ കാര്യത്തിൽ ഗ്രൂപ്പ് കളിയില്ല. അവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. കർത്താവിന് മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടത്, കണക്ക് ബോധിപ്പിക്കേണ്ടത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അതുകൊണ്ട് ആരെയും പള്ളിപ്പോകുന്ന കാര്യത്തിൽ നമ്മളധികം കൂട്ടുപിടിക്കരുത്. നമുക്ക് ആവശ്യമുണ്ടോ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. കൂട്ടുകാരെയും കാത്തു നിൽക്കരുത്. പള്ളിയുടെ കാര്യത്തിൽ, കുമ്പസാരത്തിൻ്റെ കാര്യത്തിൽ അവൻ വന്നില്ല അതുകൊണ്ട് ഞാൻ കുമ്പസാരിച്ചില്ല, കൂട്ടുകാരെ കാത്തു നിന്നിട്ട് വന്നില്ല അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയില്ല, അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഒന്നും പറയാതിരിക്കട്ടെ. നമുക്കതുകൊണ്ട് ഈ തപസ്സുകാലം കുറേ കൂടി നമ്മുടെ ഈ ആത്മീയ വരൾച്ചയെക്കുറിച്ച് ധ്യാനിക്കാം. നല്ല ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ നമുക്ക് നല്ല ആത്മീയ തളിർപ്പ് ഉണ്ടാകട്ടെ. ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്യാൻ ഇനിയുള്ള ഒരു മാസക്കാലം നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ഈസ്റ്റർ ഗിഫ്റ്റ് നമ്മളെ കാത്തിരിപ്പുണ്ട്. ലാസർ അബ്രഹാത്തിൻ്റെ മടിയിൽ ഇരുന്നത് പോലെ നമ്മളെ ഒരു സൗഭാഗ്യം കാത്തിരിപ്പുണ്ട്. അത് സ്വീകരിക്കാൻ ദൈവം നമ്മളെ അർഹരാക്കട്ടെ, യോഗ്യരാക്കട്ടെ. പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി, പാപികളായി നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ. ആമേൻ. ഈ ജീവിതം കാഴ്ചയായി നൽകാൻ യേശുവിൻ കൈ
ജീവിതം കാഴ്ചയായി നൽകാം, യേശുവിൻ കൈകളിൽ നൽകാം. ജീവന്റെ ജീവന് കരുതിയതെല്ലാം, ജീവനു തുല്യം സ്നേഹിച്ചതെല്ലാം സ്നേഹസമ്മാനമായി നൽകാം. ഒരു സ്നേഹ സമ്മാനമായി നൽകാം. ഒരു യാഗമായി നൽകിടാം നമ്മെ, കാഴ്ചയായി ഏകിടാം എല്ലാം. ഒരു യാഗമായി നൽകിടാം നമ്മെ, കാഴ്ചയായി ഏകിടാം എല്ലാം. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, ഈ ബലി വഴി ഞങ്ങളുടെ അനുഷ്ഠാനം വിശുദ്ധീകരിക്കണമേ. അങ്ങനെ തപസ്സുകാല അനുഷ്ഠാനം ബാഹ്യമായി പ്രഖ്യാപിക്കുന്നത് ആന്തരികമായി ഫലമുളവാക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മാനസങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ സവിശേഷമായ തപസ്സുകാലം കൃപാപൂർവം അങ്ങ് മക്കൾക്കങ്ങ് കൽപ്പിച്ചു നൽകിയല്ലോ. അതുവഴി അമിതമായ അഭിലാഷങ്ങളിൽ നിന്ന് വിമുക്തമായ മനസ്സോടെ ഞങ്ങൾ നശ്വരമായവയിൽ നിന്ന് മോചിതരായി അനശ്വരമായവയിൽ മുഴുകുവാൻ ഇടയാകുമാറാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിരഞ്ഞുമതയും വിണ്ടലമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യതുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ,
സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും അങ്ങ് മരണമെങ്കിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് നിങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ്യമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണി എൺകളിൽ കണ്ണിനമ്മയും ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണി എൺകളിൽ കണ്ണിനമ്മയും
ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണ് എന്നിൽ സമ്മാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ബലികൾ ഞങ്ങളെ സ്ഥിരതയോടെ ഫലദായകമായി നിലനിൽക്കുകയും പ്രവർത്തനത്താൽ കൂടുതൽ ദൃഢമാകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തന്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ